നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അപരന്മാരുടെ പോരാട്ടം കടുക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പോരാട്ടം നടക്കുന്നത് കോഴിക്കോട്ടെ എലത്തൂർ മണ്ഡലത്തിലാണ്. എലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ അപരനായി എത്തിയത് പി.കെ. ശശീന്ദ്രനാണ്. പേരിനേക്കാൾ ഉപരിയായി എ.കെ. ശശീന്ദ്രൻ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് ചിഹ്നം അപരൻ സ്വന്തമാക്കിയതാണ് ഇവിടെ വലിയ പ്രതിസന്ധിയായത്. എൻ.സി.പിയിലെ പിളർപ്പിനെ തുടർന്ന് അജിത് പവാർ പക്ഷത്തിന് ചിഹ്നം ലഭിച്ചതോടെ എ.കെ. ശശീന്ദ്രന് ഇത്തവണ കാഹളം മുഴക്കുന്ന മനുഷ്യനെന്ന പുതിയ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്നു. എൻ.സി.പിയിലെ ദേശീയതലത്തിലുണ്ടായ പിളർപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ തട്ടകമായ എലത്തൂരിൽ ഇത്തവണ ക്ലോക്ക് ചിഹ്നവും കാഹളം മുഴക്കുന്ന മനുഷ്യനും തമ്മിലുള്ള തീപാർന്ന പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. 3 തവണ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എ.കെ. ശശീന്ദ്രന് ഇത്തവണ സ്വന്തം ചിഹ്നം നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ അപരനായ പി.കെ. ശശീന്ദ്രന്റെ കൈവശം എത്തുകയും ചെയ്തു. എൻ.സി.പിയിൽ അജിത് പവാർ വിഭാഗത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ക്ലോക്ക് ചിഹ്നം അനുവദിച്ചതാണ് എലത്തൂരിൽ വിചിത്രമായ സാഹചര്യം സൃഷ്ടിച്ചത്. എ.കെ. ശശീന്ദ്രന്റെ അപരനായി പി.കെ. ശശീന്ദ്രനെ അജിത് പവാർ പക്ഷം രംഗത്തിറക്കിയതോടെ എലത്തൂരിലെ വോട്ടർമാർക്ക് സുപരിചിതമായ ക്ലോക്ക് ചിഹ്നം അപരന് ലഭിക്കുകയായിരുന്നു. ഇതോടെ ശരത് പവാർ വിഭാഗത്തിന്റെ നേതാവായ മന്ത്രി എ.കെ. ശശീന്ദ്രന് കാഹളം മുഴക്കുന്ന മനുഷ്യനെന്ന പുതിയ ചിഹ്നത്തിൽ ജനവിധി തേടേണ്ടി വരുന്നു. ചിഹ്നത്തെ ചൊല്ലിയുള്ള തർക്കം കോഴിക്കോട് കളക്ടറേറ്റിൽ നാടകീയ രംഗങ്ങൾക്കും വഴിവെച്ചു. പി.കെ. ശശീന്ദ്രന്റെ പത്രിക സ്വീകരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ രസീതുമായി അജ്ഞാതനായ ഒരാൾ കടന്നു കളഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ക്ലോക്ക് ചിഹ്നത്തിലുള്ള അപരന്റെ മത്സരം തടയാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും അജിത് പവാർ പക്ഷം ആരോപിച്ചിരുന്നു. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ പോലീസിൽ പരാതി നൽകുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. രസീത് നഷ്ടപ്പെട്ടാലും പി.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ അത് ബാധിക്കില്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപരന്മാരെയും ചിഹ്നങ്ങളെയും ഉപയോഗിച്ച് തന്നെയും ഇടതുമുന്നണിയും പരാജയപ്പെടുത്താനുള്ള ബാലിശമായ ശ്രമമാണ് എലത്തൂരിൽ നടക്കുന്നതെന്ന് എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്രം എങ്ങനെ സ്വാധീനിക്കുമെന്നതിന്റെ തെളിവാണ് ചിഹ്നം നഷ്ടപ്പെട്ട സാഹചര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിഹ്നം മാറിയാലും എലത്തൂരിലെ ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മന്ത്രി. എന്നാൽ വർഷങ്ങളായി പരിചയിച്ച ചിഹ്നം അപരന്റെ പക്കലെത്തിയത് വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന ആശങ്ക ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ എലത്തൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ക്ലോക്കും കാഹളം തമ്മിലുള്ള പോരാട്ടമായി മാറുമെന്നുറപ്പാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയാകുമ്പോൾ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ തലവേദനയാണ് ഈ അപരപ്പട. സംസ്ഥാനത്തെ പല പ്രമുഖ മണ്ഡലങ്ങളിലും പ്രധാന സ്ഥാനാർത്ഥികളുടെ പേരിനോട് സാമ്യമുള്ള ഒന്നിലധികം അപരന്മാർ കളത്തിലിറങ്ങിയത് വോട്ട് ചോർച്ച ഉണ്ടാക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF പിന്തുണയെ മത്സരിക്കുന്ന PV അൻവറിനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ അപരഭീഷണിയുള്ളത്. ബേപ്പൂരിൽ അൻവറിന്റെ പേരിനോട് സാമ്യമുള്ള 4 അപരന്മാരാണ് പത്രിക നൽകിയിരിക്കുന്നത്. വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇത് കാരണമാകുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ ഭയം. ഇതേ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും 2 അപരന്മാരുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥി P.K. ഫിറോസിനെതിരെ 4 അപരന്മാരാണുള്ളത്. കഴിഞ്ഞ തവണത്തെപ്പോൾ ഇത്തവണയും അപരന്മാർ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയങ്ങളിൽ നിർണായകമായേക്കാം. വട്ടിയൂർക്കാവിലുമുണ്ട് അപരൻ. LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനെതിരെ K പ്രശാന്ത് എന്ന അപരൻ പത്രിക നൽകി. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിനെതിരെ SDPI സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 അപരന്മാരുണ്ട്. KM അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് എന്നിങ്ങനെയാണ്. വൈക്കത്തെ LDF സ്ഥാനാർത്ഥി P പ്രദീപിനെതിരെ K പ്രദീപ് മത്സരരംഗത്തുണ്ട്. മട്ടന്നൂരിൽ VK സനോജിനെതിരെ സനോജ് എന്ന പേരിൽ തന്നെയുള്ള ഒരു അപരൻ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ഫോട്ടോയും ചിഹ്നവും ബാലറ്റിലുണ്ടെങ്കിലും വോട്ടർമാർ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പാർട്ടികൾ മുന്നോട്ട് പോകും. അപരന്മാരുടെ പേരും ചിഹ്നവും കാണിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായ ബോധവൽക്കരണ പ്രചരണം നടത്തും. വോട്ടിംഗ് മെഷീനിലെ സ്ഥാനാർത്ഥിയുടെ കൃത്യമായ ക്രമനമ്പർ വോട്ടർമാരിൽ എത്തിക്കാനും മുൻഗണന നൽകുകയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഇപ്പോൾ നടക്കുന്നത്.